ഇവിടെ ഇല്ലേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഒരു കേക്ക് മേടിച്ചോട്ടെ. ആ കേക്ക് മേടിച്ചെടുത്ത് ഞാൻ തിന്ന് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ്, നമ്മൾ അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ നടന്നു വന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ബോട്ട് കയറി. കണ്ടോ? ഹായ്, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇല്ലേ പെച്ചൂരി സൈഡിലെ ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു ചുവന്ന കളറുള്ള ഫ്രൂട്ട്സ്, നമ്മുടെ തായ്ലൻഡിൽ മാത്രം കാണപ്പെടുന്ന സാധനം, റംബൂട്ടാൻ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാ ഒരു റംബൂട്ടാൻ പോലത്തെ ഒരു ചെറിയ അനിക്ക് ക്യൂറായേക്കാം അതേക്കാം ജിൻകി ജിൻകി കാണാം. തായ്ലൻഡിൽ മാത്രം കാണപ്പെടുന്ന റെഡ് കളറിലൊരു ഫ്രൂട്ട് കണ്ടേ. ഇത് കാണിച്ചു ചെയ്താ. ഓക്കെ ഇതുണ്ടോ? നല്ല രസമില്ലാണ്. റംബൂട്ടാൻ്റെ വേറൊരു മോഡലിലെ കിട്ടുന്ന സാധനമാണ്. ഉണ്ടോ? ഇതാ കാണിച്ചു തരാം. ഇതാണ് സാധനം. കണ്ടോ? നല്ല വൈറ്റ് കളറിൽ ഞാൻ തിന്ന് കാണിച്ചു തരാം. അതിനകത്ത് പറയാം ഈസി പാച്ചമേ, ലോ ഈസി ചമേ. ഓക്കെ ലോ. അപ്പോൾ ഇത് കണ്ടോ? കീടലം ഫ്രൂട്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫ്രൂട്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിൽക്കിലോ ഞാൻ എന്തായാലും 1 കിലോ മേടിക്കാന്ന് വെച്ചു. നല്ല അടിപൊളിയായ ടേസ്റ്റ് സാധനം കേട്ടോ. റംബൂട്ടാൻ തന്നെ, റംബൂട്ടാൻ്റെ വേറൊരു സംഭവമാണ് ഇത്. തായ്ലൻഡ് ഉണ്ടാ നമ്മൾ വണ്ടി ഇങ്ങനെ മഴയത്ത് പോകുമ്പോൾ നല്ല രസമാണ്. കണ്ടോ? നല്ല മഴയാണ് തായ്ലൻഡ് ഇപ്പോൾ ഉള്ളത്. റോഡ് നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഇല്ല കുറേ ചെറിയ ഇതിൽ പൂച്ചനെ വളർത്തിയിട്ടുണ്ട്. നല്ല രസത്തിലാണ്. നമ്മളിപ്പോൾ ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോകുന്നത്. ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തായ്ലൻഡിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ആംഫ ഫ്ലോട്ടിംഗ്. അതായത് പെച്ചുപുരി പ്രൊവിൻസിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. ബാങ്കോക്കിൽ നിന്ന് ഏകദേശം ഒരു 120 കിലോമീറ്റർ മാറിയിട്ടില്ല അതിഗംഭീരമായ ഒരു പ്രൊവിൻസാണ് പെച്ചുപുരി പ്രൊവിൻസ് എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അവിടത്തേക്ക് പോകുന്ന റോഡാണ് ഇത്. കണ്ടോ? ബോർഡിങ് കാണാൻ പറ്റും. കണ്ടോ? പെച്ചുപുരി നിങ്ങൾക്ക് പച്ച നിറത്തിൽ തായ്ലൻഡ് റോഡുകളിൽ എപ്പോഴും ഇങ്ങനെ ഒരു സൈൻ ബോർഡ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. കണ്ടോ? സമസൊങ്ഗ്രാം, യു ടേൺ ബ്രിഡ്ജ് എന്നെല്ലാം പറ്റുന്നുണ്ട്. ഓരോ പച്ച നിറത്തിലുള്ള ബോർഡുകൾ, നല്ല ഗംഭീരമായ റോഡുകളാണ്. കണ്ടോ? നമ്മളില്ലേ ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയുണ്ടോ? ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു നല്ലൊരു റിവറാണ് കേട്ടോ. ഒരു റിവർ സൈഡിലെ ഒരു വ്യൂ ആണ്. എന്താ രസം നോക്കിയിട്ട്. വാവ്, അടിപൊളി. ഈ ഒരു സൈഡിൽ UK പോയ പോലത്തെ ഒരു UK സ്റ്റൈലിലൊരു വീടും കാണാൻ പറ്റുന്നുണ്ടോ? എന്താ രസം നോക്കിയിട്ട്. വാവ്, അടിപൊളി നോക്കിയിട്ട്. എന്നിട്ട് എനിക്ക് വന്നിട്ട് ഫിഷിങ്ങും ചെയ്യാം, നമുക്ക് വേണേൽ ബോട്ടിങ്ങും സംഭവങ്ങളിലുണ്ട്. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് ഇത് പോകുന്ന വഴിക്കാണ് വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ നോക്കണ്ട ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഷിംഗ് റാഡെല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇല്ലേ ഒരുപാട് ആൾക്കാർ ഞാൻ ഫിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ini tokla đai chả mẹ anh tokla đai nào mi chả mẹ pla mi chả mẹ cung chả mẹ cung പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ചെറിയ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. കണ്ടോ? ഇതെല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് ചേട്ടനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു ചെറിയ ഇത് നോക്കിയിട്ട് 40 പാത്രം എടുത്ത് ഞാൻ നല്ല അടിപൊളി ഒരു ചേട്ടനെ കൊണ്ടുണ്ടാക്കിയ സാധനം. വാവ്, അടിപൊളി. കണ്ടോ? അയാൾ ഉണ്ടാക്കുന്നൊരു അയാളുടെ കട കണ്ടോ? സൂപ്പർ സംഭവം. കണ്ടോ? ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. കണ്ടോ? ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ? ചേട്ടനെ കൊണ്ടുണ്ടാക്കി വൈനെല്ലാം കുടിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടുത്തെ ഗ്ലാസ്സുകൾ കണ്ടോ? എത്രയാക്കാം? 160 ഇപ്പോൾ കണ്ടോ? 160 ഭാഗത്തുണ്ടോ? ഏകദേശം 320 ഇന്ത്യൻ രൂപേൻ്റെ സാധനമാണ് എടുത്തുള്ളൂ. നല്ല രസമുണ്ടാണ്. നമ്മളെ നാട്ടിലെ പൊങ്ങ് കണ്ടോ? തേങ്ങേൻ്റെ അകത്തുള്ള പൊങ്ങ്, ചക്ക കണ്ടോ? ചക്ക പെണ്ണുങ്ങളെ നല്ല ചക്ക ഇങ്ങനെ ചുളയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇല്ലേ നല്ല വ്യത്യസ്തമായ രീതിയിലുള്ള കപ്പുകൾ കണ്ടോ? നായിൻ്റെയും ഡോഗിൻ്റെയും എല്ലാം ആയിട്ട്, കോഴീൻ്റെ എല്ലാം ആയിട്ട് നല്ല രസത്തിലുള്ള കപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ? ഹാൻഡ് മെയ്ഡാണ്. ഹാൻഡ് മെയ്ഡ് കൊണ്ട് 150 ഭാഗത്ത് ഏകദേശം 360 ഇന്ത്യൻ രൂപ. ആനല്ല കണ്ടോ നിങ്ങൾ? തായ്ലൻഡിലെ പഴംപൊരി കണ്ടോ? നല്ല അടിപൊളിയല്ലേ പഴംപൊരി കണ്ടോ? ചൂടുള്ള പഴംപൊരി പൂവായി. തായ്ലൻഡിലെ പഴംപൊരി വെക്കുന്ന കട കണ്ടത്.
ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെല്ലാം ഇങ്ങനെ തൂക്കാൻ ഈ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബിലെ സൗണ്ടാണ് ഇത്. നല്ല രസമല്ലേ? ഞാൻ ഇന്ന് പോകുന്ന വഴിക്കുന്നത് എന്താ പറയാ തോറേ ലോയ ഹാഫ് സിസ്റ്റമേ തമ്മോൾ ലോയ ഹാഫ് സിസ്റ്റം 150 ബാത്ത് ഏകദേശം 300 ഇന്ത്യൻ രൂപയുടെ സാധനങ്ങളുണ്ടോ അടിപൊളി. ഇതുണ്ട് ചെറിയൊരു മൺകുടത്തിൽ എന്തോ ഒരു ഫുഡ് പോലത്തെ ഡെസേർട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല രസമാണ് ഇതിനെ കാണാൻ. ഇതെല്ലാം ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാം മധുരത്തിൻ്റെ ഐറ്റംസ് ഉണ്ടോ. ഈ സാധനമില്ലേ നമ്മുടെ റംബൂട്ടാൻ്റെ ഈ സാധനം നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് മേടിച്ചത് 120 ബാത്താണ് മേടിച്ചത്. പക്ഷേ ഇവിടെ 200 ബാത്തിനാണ് ഇവർ പറയുന്നുണ്ടോ ഈ സാധനം ഉണ്ടോ പൈസ. അപ്പോൾ നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് മേടിച്ചത് ലാഭമാണ്. ഒരുപാട് ഫ്രൂട്ട്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ബോർഡായിട്ട് നമ്മളിവിടെ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബോർഡ്. ഇപ്പോൾ ശരിക്കും ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ബോട്ടുകളെല്ലാം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. വളരെ ആൾക്കാർ കുറവാണ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഒരൊറ്റ മനുഷ്യനോട് ഇല്ല കേട്ടോ ഓഫ് സീസൺ ആയതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെയെല്ലാം ഒടുക്കത്തെ തിരക്കാണ്. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കേട്ടോ ഒരു മനുഷ്യനുമില്ല ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഓഫ് സീസൺ ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വൈബ്. അങ്ങനെ നമ്മൾ ആംഫ ഫ്ലോട്ടിങ്ങിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമുക്കിവിടെ കിട്ടും കണ്ടോ. മീനുണ്ട്, കൊഞ്ചനുണ്ട്, കൂന്തലുണ്ട്, എല്ലാ സാധനങ്ങളും ഇങ്ങനെ പൊരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്ത് വേണമെങ്കിൽ നമുക്കിടുന്ന് കഴിക്കാം കണ്ടോ. ഇതൊരു റെസ്റ്റോറൻറ്റ്, അടിപൊളിയുള്ള റെസ്റ്റോറൻറ്റ് ആയിട്ടുണ്ട്. കുപ്പി വൈബ്, അടിപൊളി കുപ്പി വൈബുള്ളതാ. Torega? 50 baht. Take around. Now. 40 minutes 50 baht. 50 baht. One boat got 500. So one boat got 50 baht. Songkun là có 100. Songkun 100. Okay, okay, đai chame. Okay, đai. Okay, okay. അങ്ങനെ നമ്മൾ ബോട്ടിങ് എടുത്തിരിക്കുകയാണ്. അതാണ് ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ബോട്ടിങ്. ഫുള്ള് കയറാം. ഇതാണ് 50 ബാത്തല്ലേ, ഏകദേശം 100 ഇന്ത്യൻ രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ് കയറാൻ പറ്റും. അവിടെ ഇതാണ് ബോട്ട്. അടിപൊളി അടിപൊളി ബോട്ടാണ്. നമുക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കാം, പോകാം. അടിപൊളി വൈബ്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിലാണ് ഈ സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യുക കേട്ടോ. ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ചെറിയ ബോട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ നിന്ന് ഒരാൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടുന്ന് കൊഞ്ചനോ എന്തോ സംഭവങ്ങൾ ബോട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കലും, അതായത് തിരക്കുള്ള സമയങ്ങളിൽ ഇവിടെ വരാൻ പാടില്ല. ഈ ഒരു മഴ സീസണിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 ബാത്തിന് ഈ ഒരു ബോട്ട് കയറാൻ പറ്റും. അല്ലെങ്കിൽ വരുന്ന വഴിക്ക് 500 ബാത്ത് വരെ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ പുറത്ത് നിൽക്കുന്ന കാണാം. അതിലൊന്നും തലവെച്ച് കൊടുക്കരുത്. ഡയറക്റ്റ് ഇവിടെ വരിക, ഉള്ളിൽ കയറി ആ ബ്രിഡ്ജ് ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാൽ 50 ബാത്ത്, ഏകദേശം 100 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്ഥലം ഫുള്ള് കറങ്ങാം. ഒരുപാട് ആൾക്കാർ വീണ്ടും ഇങ്ങനെ പോകുന്നുണ്ട് ചെറിയ ചെറിയ ബോട്ടിലുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ആ ബോട്ട് എടുത്തിരിക്കുകയാണ്. നമ്മൾ കുറേ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. സേഫ്റ്റി ക്വാണ്ടിറ്റി സംഭവങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ അത് കയറ്റില്ല. വെള്ളമല്ലേ, മുങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം വെച്ചിട്ട്. അപ്പോൾ നമ്മളിനി കുറേ ഒരു 40 മിനിറ്റോളം ഇങ്ങനെ ഫുള്ള് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതെല്ലാം കറങ്ങിയിട്ടാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക്. ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഒരുപാട് ഭക്ഷണങ്ങളും മറ്റുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അതാണ് ഈ ഒരു ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരുപാട് പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു സീസണിൽ വരികയാണെങ്കിൽ വളരെ ചെറിയ പൈസക്ക് നിങ്ങൾക്ക് ഓഫ് സീസണിൽ തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ പൈസക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പുതിയ ബോട്ടിലാണ് കയറിയുണ്ടോ. നല്ല പുതിയൊരു ബോട്ട് കയറ്റിട്ടുണ്ട്. നോക്കിയിട്ട് നല്ല രസമുള്ള ബോട്ട്. തായ്ലൻഡിൽ മാത്രം കാണപ്പെടുന്ന ഒരു സാധനമാണ് മുതലല്ല. ഈ കുളങ്ങൾ മുതലും നിങ്ങൾക്ക് കാണില്ല, പക്ഷേ ഇടുമ്പോഴത്തെ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഞാൻ അധികം വർത്താനം പറയുന്നില്ല, നിങ്ങൾ കണ്ടോ ഇവിടുത്തെ കാഴ്ചകൾ. റോഡ് സൈഡല്ല, ഈ ഒരു കായലിൻ്റെ സൈഡിലെല്ലാം ഒരുപാട് ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന ആൾക്കാർ നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടോ എന്ത് രസമാണെന്നറിയാം ഈ ഒരു തായ്ലൻഡിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച. ഇതാ ഞാൻ ഇങ്ങനെ അടുത്തുനിന്ന് കാണിച്ചു തരാം. നല്ല കൂന്തലും കൊഞ്ചനും എല്ലാം പൊരിച്ചും വറുത്തും എല്ലാം ഒരു ബോട്ടിൽ നിന്ന് കുക്ക് ചെയ്യുന്ന സംഭവം ഒരു വൈബാണ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഫാമിലി ആയിട്ട് വന്നിട്ട് ഇതെല്ലാം കഴിക്കാനും എൻജോയ് ചെയ്യാനും വൈകുന്നേരങ്ങൾ വന്നു എന്ത് രസമായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ അടിപൊളി സ്ഥലത്ത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വിട്ടിട്ട് നമ്മൾ നല്ലൊരു വലിയൊരു കായലിലേക്ക് പോയിരിക്കണം കണ്ടോ. ഗൈസ്, നമ്മൾ അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ നടന്ന് വന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ബോട്ട് കയറി കണ്ടോ.
എന്ത് രസമാണ് കാണാൻ ഈ ഒരു വൈബ്. ഈ സൈഡിലെല്ലാം നല്ല കാട് പോലെ ആയിട്ട് എന്തെല്ലോ സംഭവം കണ്ടിട്ടുണ്ടോ. പിന്നെ ആ ഒരു ബ്രിഡ്ജിന്റെ താഴെ കൂടി നമ്മൾ പോകും കേട്ടോ. ആ ഒരു വൈബ് നിങ്ങൾ നോക്കിക്കോ. വാ, എന്താ രസം. വൈകുന്നേരങ്ങളിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തെങ്ങ് വെള്ളം കാണാൻ കേട്ടോ. അവിടെ തെങ്ങുണ്ട്, കുറേ മരങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഞാൻ ആ ഒരു ബ്രിഡ്ജിന്റെ താഴെ കൂടി പോകുന്ന വൈബ് നിങ്ങൾ നോക്കിക്കോ, നല്ല രസമായിരിക്കും. ഈ ഏരിയയിലെല്ലാം നമുക്ക് ഇതുണ്ടോ, ചെറിയ ചെറിയ റിസോർട്ട് സ്റ്റേ ഉണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, അടിപൊളിയായിട്ട് മഴവില്ല് കാണുന്നുണ്ട്. നിങ്ങൾ പൊളിച്ച് തകർത്ത് വിടണം. വാവ് ഗൈസ്, വെള്ളത്തിൽ സിഗ്നൽ കാണുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നോക്കിക്കൊടുത്തിടാം. പാമ്പിൽ വന്നിട്ട് നമ്മുടെ വെള്ളത്തിൽ സിഗ്നൽ ബോർഡ് കാണുന്നുണ്ട് കേട്ടോ. 10 മിനിറ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ബോട്ട്, അത്രയും ബോട്ടുകൾ ഉള്ള ഒരു ഏരിയ ആണ് ഇത്. അതായത് ഈ ഒരു ഓഫീസർ ആയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആരും ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇടയിൽ തിരക്ക് കൊണ്ട് എത്രയോ ബോട്ടുകൾ തിങ്ങി നിറഞ്ഞ് വെള്ളത്തിലേക്ക് കൂടി പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആരും ഇല്ല കേട്ടോ. ഈ ഒരു വൈബ് നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയല്ലേ ഗൈസ്. അങ്ങനെ നമ്മളെ ഒരു ബോട്ട് റൈഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിനി പുറത്തുള്ള കാഴ്ചകൾ കാണാം. ഇതുണ്ട്, ഒരു ജെല്ലിനെ കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു കോഫി, ജെല്ലിനെ കൊണ്ടുണ്ടാക്കിയ കോഫി പോലത്തെ സാധനം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇത് കാണാൻ ഈ ഏരിയയിലെല്ലാം ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ കണ്ടോ. ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ. എല്ലാം 20 ഭാഗത്ത് ചെറിയ പൈസയിലൂടെ. ഞാനല്ലേ ഇവിടെ ഒരു അടിപൊളിയായിട്ടൊരു ഈ കേക്ക് ഉണ്ട് കേട്ടോ. ഈ കേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഒരു കേക്ക് കേട്ടോ. അത് ഈ സംഭവം കാണിച്ചത് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഇവിടെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ഇതാ ഈ ഒരു സാധനത്തിന് 100 രൂപ ഭാഗത്തിൻ്റെ ഒരു സാധനം കേട്ടോ. ഇതിനെ ടേസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇല്ലേ നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു കേക്ക് മേടിച്ചു കേട്ടോ. ആ കേക്ക് മേടിച്ചെടുത്ത് ഞാൻ തിന്ന് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അവർ തന്ന സംഭവം കണ്ടോ, നല്ല ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള നല്ല ഒരു വാഴേൻ്റെ നാരിലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് കേക്ക് ഉണ്ടോ. നല്ല അടിപൊളി പൊമ്പിളിറും കണ്ടോ. വന്നിട്ട് ഇവിടെ അടിപൊളിയായിട്ട് തോക്കിൻ്റെ ഷോപ്പ് കണ്ടോ. നോക്കിയാൽ റബ്ബർ ബാൻഡ് ഉണ്ട്, അടിപൊളിയായിട്ട് നമുക്ക് വെടി വെക്കാം. ഒരുപാട് തരത്തിൽ തോക്കുകളുണ്ട്. 600 രൂപ നല്ല പൈസയുണ്ട്. മരത്തിനെ കൊണ്ടുണ്ടാക്കിയ തോക്കുണ്ട്. ഇതെല്ലാം ഉണ്ടോ, വലിയ മരത്തിനെ കൊണ്ടുണ്ടാക്കിയ തരത്തിലുള്ള തോക്കുകൾ. വെറൈറ്റി കാഴ്ചയാണ്. ചെറുതുകൊണ്ട് വലുതും എല്ലാം ഉണ്ട്. ഇതാ തോക്കിതാ. ഞാൻ തോക്കിനെ കൊണ്ട് നമുക്കിവിടെ വെടിയേക്കാം. ഇനി ഞാൻ തോക്കിനെ കൊണ്ട് വെടിയൊക്കെ കാണിച്ചു തരാം. റബ്ബർ ബാൻഡിനെ കൊണ്ടുണ്ടാക്കി അടിപൊളിയല്ലേ കണ്ടോ തോക്ക്. ഇനി നമുക്ക് നൈസായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇതിന് ഇവിടെ ഇല്ല, നല്ല രസമുണ്ട്. ലൈറ്റിംഗ് ചെയ്തിട്ട്. സോറി, ഈ സൈഡിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്ത് രസത്തിൽ നോക്കിയിട്ട്. പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. കുറേ ചെറിയ പുള്ളന്മാരുടെ ഇവിടെ ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഉണ്ട് നോക്കിയിട്ട്. നല്ല വൈബിലിടെ കാണാൻ. ഈ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വൈബ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ നിന്നാണ്, ഈ ഒരു സ്ഥലത്തു നിന്നാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് കണ്ടോ. ഈ ഒരു തോണിയിൽ നിന്നാണ് അവർ നമ്മളെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരുക കേട്ടോ. അവർ വൈബ് നോക്കിക്കോ. ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ വൈബ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ഫ്രൈഡ് റൈസ്
ലൈവായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. തോണി നല്ല രസമില്ല, നല്ല ഇളകിയതാ. അവിടെ ബോർഡറിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിക്കാ ലൈവായിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സൈഡിലെല്ലാം ഓരോരോ ടോപ്പിക്സും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഈ ഒരു വൈബ് നിങ്ങൾക്ക് തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ കണ്ടോ. ഒരു വെറൈറ്റി സംഭവമാണ്. നമ്മളെ ഫ്രൈഡ് റൈസ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇരിക്കേണ്ട ടേബിൾ ഇവിടെ ആയിട്ടാ നമ്മളെ സാധനം സെറ്റായിട്ടുണ്ട്. അതിപ്പോൾ വരുന്ന ഞാൻ കാണിച്ചു തരാം. ആ സാധനം പെണ്ണുങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇരുന്ന സ്ഥലം ഇതായിട്ടാ. അപ്പുറത്ത് വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഇരുന്നൊരു ചെറിയൊരു ഈ ഒരു റിവർ സൈഡിലാണ് ചെറിയ ടേബിളിൽ വെച്ചിട്ടുള്ള റെസ്റ്റോറൻ്റാണ് ഇരുന്നത്. അതാ ആ പെണ്ണുങ്ങൾ നമ്മൾ ആ സാധനം എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. തിന്നിട്ട് പറയാം എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഐറ്റം തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല. നോക്കി നമ്മുടെ സാധനം എത്തിയിട്ടാണ്. ഇതാണ് നമ്മളെ കൗപ്പത്ത് കുങ്, നമ്മുടെ കൊഞ്ചൻ ഫ്രൈഡ് റൈസാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ തായ്ലൻഡിലെ സോസെടുത്ത സോസല്ല, ഒരു വയ്ക്കുന്ന സാധനമാണ് ഉണ്ടാവും. അപ്പുറത്ത് ബോട്ട് പോകുന്നുണ്ട്. അതിന് ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്ഷൻ കേട്ടോ. നമ്മളില്ലേ ഭക്ഷണം ഫുള്ള് കഴിച്ച് കഴിഞ്ഞു. നല്ല അടിപൊളിയായ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ആ പെണ്ണുങ്ങളാണ് എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തന്നെ. ആ തോണിയിലുണ്ടാക്കിയ പെണ്ണുങ്ങൾ നല്ല ഗംഭീരമായ ഭക്ഷണമായിരുന്നു. 60 ബാത്തായിട്ട് ഇതിൻ്റെ ചെറിയ പൈസയുള്ളൂ. ചെറിയ ലോക്കൽ സ്ട്രീറ്റ് ഫുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. 120 രൂപയാണ് നല്ല ഗംഭീരമായ ഫ്രൈഡ് റൈസ്. മനസ്സ് നിറഞ്ഞു, പെണ്ണുങ്ങൾക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളോട് നല്ല ഫ്രൈഡ് റൈസ് ആകാൻ പറയും. എന്താ വൈബ് മോനെ. നോക്കിയിട്ട് ആ ബ്രിഡ്ജ് നോക്കിയിട്ട് ഇപ്പോൾ രാത്രി ആയിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള വൈബ് കിട്ടണം ഇവിടെ. നല്ല ലൈറ്റെല്ലാം വെച്ചിട്ട് നല്ല ഗംഭീരമായ എന്താ പറയുക. രാവിലെ വരുന്ന 2 മണിക്കാണ് ഇത് ഓപ്പൺ ആവുക. വൈകുന്നേരം ഒരു 8 മണി 9 മണി വരെ ഒരു രാത്രി വരെ ഇത് ഓപ്പൺ ആവും. ഇവിടെ ഒരുപാട് ഭക്ഷണങ്ങളും ബോട്ട് റൈഡും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലൈറ്റ് വൈബ് നല്ല രസമല്ലേ. അപ്പോൾ ഇതുപോലുള്ള നല്ല ആംഫ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ കാഴ്ചകളും മറ്റുള്ള വീഡിയോസുമായിട്ട് വളരെ ലോക്കലായിട്ടുള്ള വീഡിയോസ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ഈ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇതുപോലെ അടിപൊളി വീഡിയോസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വിളിച്ചു കൊടുക്കും. അപ്പോൾ വൈബോ സൈനിങ് ഓഫ്.